കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നതിന് പല വഴിപാടുകളും നടത്താറുള്ളവരാണ് നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് നാനാതരത്തിലുള്ള വഴിപാടുകൾ വിവിധ മൂർത്തി ക്ഷേത്രങ്ങളിൽ ചെയ്ത് ശീലമാണ് നമുക്കൊക്കെ. എന്നാൽ ഏറ്റവും ഫലപ്രദമായ ആ മാർഗത്തിലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. കർമ്മങ്ങളിൽ ഏറ്റവും ഫലപ്രദവും അത്യന്ത വിശിഷ്ടവുമായിട്ടുള്ള ഒന്നാണ് ക്ഷിപ്ര ഗണേശ പൂജ. ഗണപതിയുടെ താന്ത്രികമായ 32 ഭാവങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ക്ഷിപ്ര പ്രസാദ ഗണപതി. ക്ഷിപ്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ വേഗം എന്നാണ്. ക്ഷിപ്രപ്രസാദ ഗണപതി, വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതി. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി എന്ന മൂർത്തി തന്നെ വളരെ വേഗം പ്രസാദിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്നയാളാണ്. കലൗ ചണ്ഡീ വിനായകൗ ക്ഷിപ്രമേവ പ്രസാദതേ. കലിയുഗത്തിൽ ചണ്ഡികാദേവിയും വിനായകനും വളരെ വേഗം പ്രസാദിക്കുന്നവരാണ് എന്നൊരു പ്രമാണമുണ്ട്. അങ്ങനെ പൊതുവെ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന മൂർത്തിയാണ് ഗണേശൻ. അതിൽ അതിവേഗം പ്രസാദിക്കുന്ന ഒരു ഭാവമാണ് ക്ഷിപ്രപ്രസാദ ഗണപതി. അങ്ങനെ അതിവേഗം പ്രസാദിക്കുന്ന ക്ഷിപ്ര ഗണപതിയുടെ ഭാവത്തെ പ്രത്യേകം കളം വരച്ച് പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ക്ഷിപ്രപ്രസാദ പൂജ, ക്ഷിപ്ര ഗണേശ പൂജ എന്നും പറയും. അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊണ്ട് ക്ഷിപ്ര ഗണപതി യന്ത്രം തറയിൽ വരച്ച് അതിന്മേൽ ഒരു ഇല വച്ച് അതിൻ്റെ മീതെ വെള്ളി നിറത്തിലുള്ള പട്ടുതുണി വിരിച്ച് അക്ഷതം വിതറി അതിന്മീതെ പീഠമൊരുക്കി അവിടെ ഈ ക്ഷിപ്രപ്രസാദിയായ ഗണപതി മൂർത്തിയെ ആവാഹിച്ച് പൂജിക്കുകയാണ്. ഈ ക്ഷിപ്രപ്രസാദ ഗണപതിക്ക് മഹാത്രിമധുരം എന്നൊരു നേദ്യമാണ് പ്രത്യേകമായി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിവേദ്യ യോഗ്യങ്ങളായിട്ടുള്ള എല്ലാ ഫലവർഗങ്ങളും, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ വിശിഷ്ടമായ കദളിപ്പഴം, പൂവൻപഴം, നേന്ത്രപ്പഴം, രസകദളി, ഞാലിപ്പൂവൻ, അതുപോലെ ഉള്ള വാഴപ്പഴങ്ങൾ പല ഇനം, പിന്നെ ആപ്പിള്, പുളിയില്ലാത്ത മുന്തിരി, മാതള നാരങ്ങ പ്രത്യേകം, ഇങ്ങനെ അനവധി തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ യോജിപ്പിച്ച് ചേർത്ത് ഒരു മഹാത്രിമധുരമുണ്ടാക്കി അതാണ് ഗണപതി ഭഗവാന്, ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാന് നിവേദിക്കുക. ഇങ്ങനെയുള്ള നിവേദ്യമെല്ലാം സമർപ്പിച്ച് ക്ഷിപ്ര ഗണേശ മന്ത്രങ്ങൾ ചൊല്ലി ചെയ്യുന്ന ഈ പൂജ വളരെ വേഗം കാര്യസാധ്യത്തിന് ഉപയുക്തമാകാറുണ്ട്, ഫലപ്രദമാകാറുണ്ട്. ചില വ്രതാനുഷ്ഠാനങ്ങൾ നിർബന്ധവുമാണ്. പിന്നെ സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി തുടങ്ങിയതെല്ലാം ചേർത്ത് ഗണപതി നിവേദ്യം വച്ച് പ്രാർത്ഥിച്ച് തുടർന്ന് അതിൻ്റെ മുമ്പിലിരുന്ന് ഗണപതി അഷ്ടോത്തര നാമാവലി ചൊല്ലുക. രാവിലെയും വൈകിട്ടും ഇപ്രകാരം ഗണപതി നിവേദ്യം ഒരുക്കി ഗണേശ അഷ്ടോത്തര നാമാവലി ചൊല്ലിപ്പോരുന്നത് വളരെ വേഗം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഫലപ്രദമാണ്. മറ്റൊന്ന്, ഗണപതി ഭഗവാനെ
ഒരു നിലവിളക്കിൽ 5 തിരിയിട്ട് തെളിച്ച നിലവിളക്കിന് മുമ്പിലേക്ക് പ്രാർത്ഥിച്ച് ആവാഹിച്ച് വരുത്തി അവിടെ വിശിഷ്ടങ്ങളായ മധുര പലഹാരങ്ങൾ നിവേദ്യമായി സമർപ്പിച്ച് ഗണപതിയുടെ അഷ്ടോത്തരനാമം, സഹസ്രനാമം, ഗണേശ അഷ്ടകം തുടങ്ങിയ കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഒടുവിൽ നാളികേരമുടച്ച് 2 മുറികൾക്കുള്ളിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ എള്ളുതിരി കത്തിച്ച് ഗണപതിയെ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വളരെ വിശിഷ്ടമാണ്. ഇങ്ങനെ ഗണപതി പ്രാർത്ഥനയിലൂടെ ഉദ്ദിഷ്ടകാര്യ പ്രാപ്തി കൈവരിക്കാൻ പറ്റിയ മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.